ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KPSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ടെൻസ് പഠിച്ചു അല്ലേ? ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നല്ലോണം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ കുറച്ച് എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാ സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് 5 സെൻറ്റൻസ്, അതുപോലെ എല്ലാ ടെൻസിലും 5 സെൻറ്റൻസ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആൻസർ ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, ആൻസർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ സെൻറ്റൻസ് കാണാതെ പഠിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ റൂള് പഠിച്ചാലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് മനസ്സിൽ വരുന്നത് എന്താ? ഐ സ്റ്റഡി ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ റൈറ്റ് എ നോവൽ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അതുമല്ലെങ്കിൽ റൂളാണെങ്കിൽ എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് വെർബ് വൺ പ്ലസ് ഓബ്ജക്റ്റ് എന്നായിരിക്കും വരിക. ഇപ്പം നമ്മൾ സെൻറ്റൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെർബ് വൺ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ റൂള് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വെർബിൻ്റെ ഇത് വെച്ചിട്ടാണ് ടെൻസ് മാറുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ സ്റ്റഡി മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ V1 വരണം. V1 ഇതിനകത്ത് ഏതാ V1 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ലേ? അത്രയല്ലേ ഉള്ളൂ, സിമ്പിളല്ലേ? ഇനി അതിന് എക്സാമ്പിൾ എന്താ? ഐ ഡാഷ് എ സ്ട്രേഞ്ച് നോയ്സ്. എന്താ ഇതിൽ V1 ഏതാ? ഹിയർ ആണോ, ഐ ആം ഹിയറിംഗ് ആണോ, ആർ ഹിയറിംഗ് ആണോ? ഹിയർ അല്ലേ? അപ്പോൾ ആൻസർ കിട്ടി, V1 നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? നമുക്ക് റൂള് പഠിച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഇത് നമുക്കറിയാമെങ്കിലും ആൻസർ ചെയ്യാം. എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഐ ഡാഷ് എ സ്ട്രേഞ്ച് നോയ്സ് അല്ലേ? അതിനകത്ത് സബ്ജക്റ്റ് ഐ ഉണ്ട്. ഇനി നമുക്കപ്പം V1 ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഓബ്ജക്റ്റ്, ഇത് ഓബ്ജക്റ്റ് എ സ്ട്രാഞ്ച് നോയ്സ് അല്ലേ? അപ്പം ഇതിനകത്ത് V1 നമുക്ക് ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. V1 സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V1 അല്ലേ വരിക? അപ്പോൾ V1 എന്താ ആൻസർ? ഹിയർ. അപ്പം ഇതിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം മൈ ഫ്രണ്ട്സ് ഡാഷ് ദ ഡോക്ടർ. സി അല്ലേ? മൈ ഫ്രണ്ട്സ് സി ദ ഡോക്ടർ, ഡോക്ടറിനെ കണ്ടു അല്ലേ? ഐ ഡാഷ് ഹിം എ ലെറ്റർ. സെൻഡ്, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് നോക്കൂ. സെൻഡ്, ഹാവ് സെൻഡ്, സെൻഡ്. SENT സെൻഡ് ഉണ്ട്, SEND സെൻഡ് ഉണ്ട്. ഇതിനകത്ത് SEND V1 SENT V2 SENT V3 ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പം V1 ഏതാ? SEND സെൻഡ് ആണ്. എന്നിട്ടെന്താ? ഐ ഡാഷ് ഹിം. V1 ഏതാ? നോ, ഹാവ് നോൺ ആണോ, ന്യൂ ആണോ? നോ അല്ലേ? അപ്പം നോ. ഐ ഡാഷ് മൈ ന്യൂ ബൈസൈക്കിൾ. റൈഡ്, റോഡ്, റിഡൻ. ഏതാ? റൈഡ് V1 ആണ്, റോഡ് V2, റിഡൻ V3. അപ്പോൾ ഏതാ? V1 നമുക്ക് ഏതാ? റൈഡ്. ക്ലിയർ അല്ലേ? ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് 5 സെൻറ്റൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റൻസ് എന്താ? ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. ആം എന്നൊരു സംഭവം ഉണ്ട് അല്ലേ? അപ്പം ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പഠിച്ചാലും അപ്പം നമുക്ക് എന്താ? സബ്ജക്റ്റ് വരും, ആം വരും, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ വരും എന്ന് നമുക്കറിയാം അല്ലേ? ആമിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓർമ്മ വരണം, ആം ഓർ ഈസ് ഓർ ആർ വരുമെന്ന് നമുക്ക് അറിയണം. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് എന്താ? സ്റ്റഡിയിങ്, വെർബ് സ്റ്റഡി. പിന്നെ ഓബ്ജക്റ്റിനും സബ്ജക്റ്റിനും വ്യത്യാസം വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആം സ്റ്റഡിയിങ്, ആം വരണം, അല്ലെങ്കിൽ ഈസോ ആറോ വരണം, പിന്നെ വെർബിൻ്റെ കൂടെ ING വരണം. നമുക്കിവിടെ സെൻറ്റൻസ് നോക്കാം. ഹി ഡാഷ് ഫാസ്റ്റ്. ഇതിനകത്ത് എന്താ വരേണ്ടത്? ആമോ ഈസോ ആറോ വരുന്ന സെൻറ്റൻസ് ഉണ്ടോന്ന് നോക്കിയാൽ പോരെ അല്ലേ? ഈസ് വരുന്ന ഒറ്റ സെൻറ്റൻസ്, ഒറ്റ ഇതല്ലേ ഉള്ളൂ ഓപ്ഷനകത്ത്, ഒറ്റ വേർഡല്ലേ ഉള്ളൂ, ഈസ് ഡ്രൈവിങ്. അപ്പോൾ അതല്ലേ ആൻസർ? ഈസ് ഡ്രൈവിങ്. ക്ലിയർ ആയോ? അപ്പം ഹി ഈസ് ഡ്രൈവിങ്. ക്ലിയർ ആണേ? ഐ അല്ലെങ്കിൽ ഇനി ഇതിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടും പറയാം. റൂൾ വെച്ചിട്ടാണെങ്കിൽ എന്താ? സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരണം? ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ വരണം. അപ്പോൾ ഹി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരേണ്ടത്? ഈസ് വരണം. അത് നമ്മൾ പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീയുടെ കൂടെ ഈസ് വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹീയുടെ കൂടെ ഈസ് വരും നമുക്കറിയാം. അപ്പം ഈസ് ഓപ്ഷനിൽ വരുന്ന
വേർഡ് നോക്കിയാൽ പോരെ. ഈസ് ഡ്രൈവിംഗ് ഒന്നല്ലേ ഉള്ളൂ, രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ നോക്കേണ്ടുള്ളൂ. ഈസ് ഡ്രൈവിംഗ്, അത് കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ഐ എൻ ജിയും കൂടെ ഉണ്ടെന്ന് നോക്കിക്കോണേ. ഓക്കെ, ഈസ് ഡ്രൈവിംഗ് ആൻസർ കിട്ടി. അപ്പം രണ്ടാമത് എന്താ, ഐ ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ. അതിനെന്താ, ഐ കഴിഞ്ഞിട്ട് എന്താ വരിക, ആം വരും. ആം എന്നിട്ട് എന്താ, വെർബ് പ്ലസ് ഐ എൻ ജി. ഇവിടെ എന്താ, ബൈയിങ്. ക്ലിയർ ആണോ, ബൈയിങ്. ഹി ഡാഷ് ടി വി മോസ്റ്റ് ഈവനിങ്. എന്താ ഇവിടെ എന്താ, ഹി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈസ് വരും അല്ലേ. ഈസ് കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ഐ എൻ ജി, വാച്ചിങ്. ഹീസ് വാച്ചിങ്. ദേ ഡാഷ് ഫോർ ദ ബസ്. എന്താ ഇവിടെ എന്താ വരിക, ദേ കഴിഞ്ഞിട്ട് എന്താ വരിക, ആറായിരിക്കും വരിക. ആർ റണ്ണിങ് ഫോർ ദ ബസ് അല്ലേ. ഐക്ക് ആമും ഹി ഓർ ഷീറ്റിന് ഈസും ബി ഓർ ദേക്ക് ആറ് വരും. ആർ റണ്ണിങ്, റണ്ണിങ് എല്ലാത്തിലുണ്ട്, ആർ റണ്ണിങ്ങേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി രാമു ഡാഷ് എ വീഡിയോ. രാമു എന്താ, രാമു ഹി ഓർ ഷീറ്റിനകത്ത് വരുന്നതല്ലേ, അപ്പം ഈസ് മേക്കിംഗ് എ വീഡിയോ. ക്ലിയർ ആണോ, ക്ലിയർ ആണല്ലോ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നിങ്ങൾക്ക് എന്താ, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നാണ് സെൻറ്റൻസ്. ക്ലിയർ ആണോ, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇതിനകത്ത് എന്താ, സബ്ജക്റ്റ് ഹാവ് പ്ലസ് V3 മറക്കരുത് ഇവിടെ, V3 പ്ലസ് ഇംഗ്ലീഷ്. റൂൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ വരും, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇവിടെ ആൻസർ എന്താ വരിക, ഹി ഡാഷ് ഔട്ട്. ഹി കഴിഞ്ഞിട്ട് എന്താ വരിക, ഹാസ് അല്ലെങ്കിൽ ഹാവ് പറഞ്ഞല്ലേ. ഹി കഴിഞ്ഞിട്ട് അപ്പോൾ ഹാസ് അല്ലേ വരുള്ളൂ. ഹാസ്. ഗോ വരുമോ, വെൻറ്റ് വരുമോ, ഗോൺ വരുമോ, ഗോൺ വരും. V3 എന്താ, ഗോൺ ആണ്. അപ്പോൾ ഹാസ് ഗോൺ. ആൻസർ ഹാസ് ഗോൺ ആണ്. ഐ ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ. ഐ ഡാഷ് എ ന്യൂ സൈക്കിൾ. ഐയുടെ കൂടെ എന്താ വരിക, ഹാവ്. ഹാവ് ഉള്ള വേർഡ് ഏതാ ഉള്ള, ഹാവ്. പിന്നെ എന്താ, V3 ബോട്ട്. ക്ലിയർ അല്ലേ, ബോട്ട്. ഐ ഹാവ് ബോട്ടാണ് ആൻസർ. ടീക്ക്, മനസ്സിലായല്ലോ. ഐ ഡാഷ് എ ലോട്ട് ഓഫ് വർക്ക്. ഡിഡ്, ഹാവ് ഡൺ, ഹാഡ് ഡൺ. നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവ് ഡൺ വരണം, ഹാവും വരണം, V3 വരണം. ഡു, ഡിഡ്, ഡൺ. മനസ്സിലായോ, അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ രൂപം, ഡിഡിൻ്റെ. ദേ ഡാഷ് ഫോർ എ പാർട്ടി. ദേ ഹാവ് കം. ആൻസർ. ഇനി ഐ ഡാഷ് മൈ ഡിന്നർ. ക്ലിയർ ആയല്ലോ. ഹാവ്, ഹാഡ്, ഹാഡ്, ഹാസ് ഹാഡ്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഹാവിനെ നമുക്ക് മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. മെയിൻ വെർബായിട്ട് എങ്ങനെ, ഹാവ്, ഹാഡ്, ഹാഡ്. ഹാവ് V1, ഹാഡ് V2, ഹാഡ് V3. ക്ലിയർ ആണല്ലോ. അപ്പം ഹാവ്, ഹാഡ്, ഹാഡ്. അപ്പം ഇവിടെ ആൻസർ എന്താ വരിക, ഐ കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ വേണം, ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം. അപ്പോൾ ഐയുടെ കൂടെ എന്താ വരിക, അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം. ഐയുടെ കൂടെ ഹാവ് വരും, ആ ഹാവ് വേണം. അത് കഴിഞ്ഞിട്ട് V3 ഹാവിൻ്റെ V3 ഏതാ, ഹാഡ്. അത് മൂന്നും ഹാഡ് ആയതുകൊണ്ട് നമുക്ക് തെറ്റ് വരത്തില്ല, ഹാഡാണ്. ഹാവ്, ഹാഡാണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് അല്ലേ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ ഹാവ് ബീൻ ഡാഷ് ഹിയർ. അപ്പം ഇവിടെ എന്താ വേണ്ടത് നമുക്ക്, ഐ ഹാവ് ബീൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബി പ്ലസ് ING അല്ലേ, വെർബ് പ്ലസ് ING വേണം. അപ്പം വെർബ് പ്ലസ് ING ഏതാ അതിൻ്റെ ആൻസർ, സ്റ്റേയിഡ് ആണോ, സ്റ്റേയിങ് അല്ലേ, സ്റ്റേയിങ്. ക്ലിയർ ആയോ, സ്റ്റേയിങ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ എന്ന് ആൻസർ കിട്ടും. എന്നിട്ട് എന്താ, ദേ ഡാഷ് ബീൻ റൈറ്റിംഗ് സ്റ്റോറീസ്. ഇവിടെ എന്താ, നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. ദേയുടെ കൂടെ എന്താ വരിക, ഹാവ്. അപ്പോൾ ഹാവ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ ഓപ്ഷൻ വേണ്ട ആവശ്യമില്ല അല്ലേ, ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഓപ്ഷൻ നോക്കാതെ തന്നെ നമ്മൾ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ദേ ഹാവ് ഡാഷ് റണ്ണിങ് എ ഹോട്ടൽ. ദേ ഹാവ് ഡാഷ് റണ്ണിങ് എ ഹോട്ടൽ. അതിനർത്ഥം എന്താ, അവർ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദേ ഹാവ്, അവർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് അതിനർത്ഥം. അപ്പം ദേ ഹാവ് ഡാഷ്. ഡാഷിൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ പഠിച്ചു ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇവിടെ ഐ ദേ ഹാവ് ഉണ്ട്, പക്ഷേ വെർബ് പ്ലസ് ING ഉണ്ട്. നമുക്ക് അതിനിടയ്ക്ക് ഇല്ലാത്തത് ബീനാണ്. അപ്പോൾ നമുക്ക് ബീൻ ഇട്ട് കൊടുത്താൽ പോരെ, കഴിഞ്ഞ് ബീൻ.
ഓക്കെ. ഇനി ഇറ്റ് ഡാഷ് റെയിനിങ് ഫോർ 2 days. എന്താ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എപ്പോഴും എന്ത് വരും? ഇറ്റിൻ്റെ കൂടെ എന്ത് വരും? ഹാസ് കഴിഞ്ഞിട്ട് ബീൻ വരണം. ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 days. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്കിനി ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ ആൻസർ എഴുതാൻ? വേണ്ട. കിങ്സ് ഡാഷ് ബീൻ ഫൈറ്റിംഗ് ഫോർ 3 years. അപ്പം കിങ്സ് എന്ന് പറയുമ്പം പ്ലൂറൽ ആണല്ലേ. പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ എന്ത് വരും? ഹാവ് വരും. ഇപ്പം കിങ് ആയിരുന്നെങ്കിൽ ഹാസ് വരും, കിങ്സ് ആയതുകൊണ്ട് ഹാവ് വരും. മനസ്സിലായോ? അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. കിങ്സ് ഹാവ് ബീൻ ഫൈറ്റിംഗ് ഫോർ 3 years. ഹാവ് ആണ് ആൻസർ. ഓക്കെ. പാസ്റ്റ് ടെൻസിനും നമുക്ക് 4 രൂപങ്ങളുണ്ടെന്നറിയാം. അതിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എന്താ? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അല്ലേ. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, സബ്ജക്റ്റ് V2 ഓബ്ജക്റ്റ്. ഇനി റൂളാണെങ്കിലും റൂൾ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെൻറ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് റൂൾ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി ഷീല ഡാഷ് ഹെർ ബോക്സ്, എന്താ വരിക? പാക്ഡ്, ഹാസ് പാക്ഡ്, ഹാഡ് പാക്ഡ്. ഇതിനകത്ത് സിമ്പിൾ അല്ലേ, നമുക്കറിയാം V2 മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പാക്ഡ് എന്നുള്ളത് ആൻസർ എഴുതാൻ പറ്റും. പാക്ഡ്. മൈ ഫ്രണ്ട്സ് ഡാഷ് എ കിങ്, മൈ ഫ്രണ്ട്സ് ഡാഷ് എ കിങ്. പാസ്റ്റ് ടെൻസിൽ എന്താ വേണ്ടേ? നമുക്ക് V2 വേണം. സി, സ, സീൻ. അപ്പോൾ ഇതിനകത്ത് എന്താ വരിക? V2 അതാ സ അല്ലേ. ഐ ഡാഷ് ഹിം എ പ്രസൻറ്റ്. ഐ ഇവിടെ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു സെൻഡ്, SEND ആണെങ്കിൽ V1 SENT ആണെങ്കിൽ V2. അപ്പോൾ ഇവിടെ SENT അല്ലേ വരിക? V2. ഐ ഡാഷ് റഹീം അറ്റ് ദ സൂ. ആൻസർ മെറ്റ് V2 വരത്തുള്ളൂ. ഐ ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഐ ബോട്ട് എ ന്യൂ ബൈസൈക്കിൾ. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ എന്താ? ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇതിനകത്ത് ഹി ഡാഷ് ഫാസ്റ്റ്. എന്താ ഇവിടെ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ ആണ് വരുന്നത്. വാസ് ഓർ വെയർ ആണെങ്കിൽ നമുക്ക് ഹീയുടെ കൂടെ എന്ത് വരും? വാസ് വരും. വാസ് ഡ്രൈവിങ്. ഈസ് ഡ്രൈവിങ് വരത്തില്ലല്ലോ. ഈസ് എന്ന് പറഞ്ഞാലേ നമുക്കറിയാം പ്രസന്റ് ടെൻസ് ആണ്. ക്ലിയർ ആണ്. ഐ ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ ലാസ്റ്റ് വീക്ക്. ഐ വാസ് റൈഡിങ് ആണ്. ഇനി ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന്. ഹി എന്താ? ഹി വാസ് വാച്ചിങ് വരും. ഹി വാസ് വാച്ചിങ് ന്യൂ മോസ്റ്റ് ഈവനിങ്. ഹി വാസ് വാച്ചിങ് TV മോസ്റ്റ് ഈവനിങ് അല്ലേ. ദേ ഡാഷ് ഫോർ ദ ബസ്. ദേ വേർ റണ്ണിങ്. പാസ്റ്റ് ടെൻസ് അല്ലേ, സോറി പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ. വേർ റണ്ണിങ്. ദേയുടെ കൂടെ വേറെ വരത്തുള്ളൂ. രാമു ഡാഷ് എ വീഡിയോ. വാസ് മേക്കിംഗ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോന്നും നോക്കിയാൽ മതി. ഇനി വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞ് നോക്കി ചെയ്ത് നോക്കുക. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളിങ്ങനെ എല്ലാം നോക്കുക. മനസ്സിലായോ? പോസ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോയിൽ എല്ലാ ആൻസേഴ്സും നോക്കണം ലാസ്റ്റ് വരെ. പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ വരെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതുവരെയുള്ളത് നോക്കണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇതിൽ നിങ്ങൾ ഒരു 70% ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, 70 അല്ല 60% ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ടെൻസ് മനസ്സിലായെന്നാണ് അർത്ഥം. ഇൻ കേസ് ഈ ആൻസേഴ്സ് ചെയ്ത് നോക്കുമ്പം ഇതിൽ 60% താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല, ഒന്നും കൂടെ പഠിക്കണം. അല്ലെങ്കിൽ ഇനി ബാക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പം ഇനി ആ 60-70% കിട്ടിയവർക്ക്, 60-70% മുകളിൽ കിട്ടിയവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് പറ്റും. ഓക്കെ. ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് അല്ലേ. സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് നമുക്ക് പഠിക്കാനുള്ളത് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിലും ഇപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കിയാലും നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും നമുക്ക് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണം. V1-നെയും V2-നെയും സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ ഒരു കാര്യം കൂടെ വരും, എസ് ഫോം ഓഫ് ദ വെർബ് വരും. ഞാൻ വെർബിൻ്റെ 3 ഫോംസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു 5 രൂപങ്ങളുണ്ടെന്നല്ലേ. 5 രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് V1, V2, V3. അത് നമുക്കറിയാം. പ്രസന്റ് ടെൻസ് V1, പാസ്റ്റ് ടെൻസ് V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. പിന്നെ ING ഫോം എന്ന് വരും. ING ഫോം നമ്മൾ കണ്ടിന്യൂസിൽ പഠിച്ചു വന്നു. അപ്പോൾ വെർബ് പ്ലസ് ING എന്ന് പറഞ്ഞാൽ ING ഫോം അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പിന്നെ എസ് ഫോമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. എസ് ഫോം നമ്മൾ സിംഗുലറിൽ, അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ വെർബിൻ്റെ എസ് ഫോം ഉപയോഗിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ എസ് ഫോം ഉള്ളത് വെർബിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ഫോം, വെർബിൻ്റെ എസ് ഫോം ചേർക്കണം. ക്ലിയർ ആണോ?
ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കണ്ടേ? സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒപ്പം നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ഈ ഡു ഡസ് ഡിഡ് ഞാൻ പറഞ്ഞു പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലുമായിട്ട് ഡു ഡസും ഡിഡും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഈ ടെൻസ് പഠിച്ചപ്പോൾ നമ്മളത് എടുത്തില്ല. നമ്മൾ കൺഫ്യൂസ് ആക്കേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ എടുക്കാത്തതാണ്. അപ്പം നമുക്കിതിനെ ഡൂനെ വി വൺ എന്നും ഡസിനെ എസ് ഓർ ഇ എസ് ഫോം, വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ഫോം എന്നും V2നെ നമുക്ക് ഡിഡ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് V1 ഡു, എസ് ഓർ ഇ എസ് ഡസ്, V2 എന്താണ് ഡിഡാണ്. നമുക്കിതിൽ V1നെയും വെർബിൻ്റെ V1, അതായത് എക്സാമ്പിൾ റൈറ്റിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഡു വെച്ചിട്ട്. V2 റോട്ട്, അതിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എസ് ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റിൻ്റെ കൂടെ എസ് വരും, റൈറ്റ്സിനെ നമുക്ക് ഡസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ റൈറ്റ് തന്നെ എടുക്കാം അല്ലേ. റൈറ്റ് ഇപ്പം ഞാൻ പറഞ്ഞു റൈറ്റ് V1 ആണ്, റൈറ്റ്സ് എസ് ഓർ ഇ എസ് ഫോമാണ്. റൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എസ് ഇട്ടപ്പം റൈറ്റ്സ് ആയി അല്ലേ. റോട്ട് V2 ക്ലിയർ ആണേ. നമ്മളിനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 1+1 2 എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ റൈറ്റിനെ നമുക്ക് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. അതായത് റൈറ്റ് എന്ന് എഴുതുന്നതും ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതുന്നതും ഒന്നാണ്. മനസ്സിലായോ? റൈറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പഠിക്കുന്നില്ലേ, നമ്മൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പഠിക്കുന്നു. അതിന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്ന് പറയണ്ടേ. അപ്പോൾ എന്താ പറയുക, ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയും. അല്ലെങ്കിൽ ഐ റൈറ്റ് എ നോവൽ, ഇവിടെ ഐ നോട്ട് റൈറ്റ് എ നോവൽ എന്ന് പറയത്തില്ല, ഐ ഡു നോട്ട് റൈറ്റ് എ നോവൽ എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം റൈറ്റിന് നമുക്ക് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായി, വേറെ ഒന്നുമില്ല. റൈറ്റിന് നമുക്ക് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. റൈറ്റിൻ്റെ കൂടെ നമ്മൾ എസ് ഇട്ടപ്പോൾ റൈറ്റ്സ് ആയി, അതിന് നമ്മൾ ഡസ് പ്ലസ് റൈറ്റ് എന്ന് എഴുതണം. പക്ഷേ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം ആ എസ് വരത്തില്ല, എസിന് പകരം ഡസ് വരും, ഡസ് മുന്നേ വരും. അത് കഴിഞ്ഞിട്ട് ഡസ് പ്ലസ് റൈറ്റ്, ഡസ് റൈറ്റ് എന്ന് വരും. ക്ലിയർ ആയോ? റോട്ട് നോക്കൂ, റോട്ട് V2, അതിന് നമ്മൾ ഡിഡ് പ്ലസ് റൈറ്റ് എന്ന് എഴുതണം. ഡിഡ് പ്ലസ് റൈറ്റ്. നമ്മൾ ഡു ഡസ് ഡിഡ് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വെർബ് 1 എന്നായാലും വെർബ് 2 എന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡു കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് 1 എഴുതത്തുള്ളൂ അല്ലേ. നമ്മൾ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് 1 എഴുതും പോലെ ഡു ഡസ് ഡിഡ് നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് 1 എഴുതത്തുള്ളൂ. വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് 1 എഴുതും പോലെ ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് വെർബ് 1 എഴുതണം. ഇത് കൂടെ മനസ്സിലാക്കണം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ റൈറ്റിനെ നമുക്ക് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. അതായത് റൈറ്റ് എന്ന് എഴുതിയാലും ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതിയാലും സെയിം ആണ്. ഐ റൈറ്റ് എ നോവൽ എന്ന് എഴുതിയാലും സെയിം ആണ്. ഐ ഡു റൈറ്റ് എ നോവൽ എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി ഐ റൈറ്റ്സ് എ നോവൽ എന്ന് എഴുതിയാലും ശരിയാണ്, ഐ ഡസ് റൈറ്റ് എ നോവൽ എന്ന് എഴുതിയാലും ശരിയാണ്. പക്ഷേ ഐ ഡസ് റൈറ്റ്സ് എ നോവൽ എന്ന് എഴുതിയാൽ തെറ്റാണ്. ക്ലിയർ ആയോ? അപ്പം ഐ ഡസ് റൈറ്റ് എ നോവൽ എന്നോ ഐ റൈറ്റ്സ് എ നോവൽ എന്നോ പറയാം. അത് രണ്ടും കറക്റ്റാണ്. റോട്ട് എന്ന് പറഞ്ഞാൽ ഐ റോട്ട് എ നോവൽ എന്ന് പറഞ്ഞാലും ശരിയാണ്, ഐ ഡിഡ് റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഐ ഡിഡ് റൈറ്റ് ആണ് വരേണ്ടത്, V1. ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് V1 വരും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്. സ്റ്റഡീനെ നമുക്ക് എങ്ങനെ പിടിക്കാം? ഡു പ്ലസ് സ്റ്റഡി എന്ന് പറയാം. സ്റ്റഡീസിന് നമ്മൾ ഡസ് പ്ലസ് സ്റ്റഡി എന്ന് പറയും. സ്റ്റഡീഡിന് നമ്മൾ ഡിഡ് പ്ലസ് സ്റ്റഡി എന്ന് പറയും. കണ്ടോ ഡിഡും ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് സ്റ്റഡിയേ വരത്തുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇനി റീഡിന് നമുക്ക് എങ്ങനെ പറയാം? ഡു പ്ലസ് റീഡ്. റീഡ്സിന് നമുക്ക് ഡസ് പ്ലസ് റീഡ് എന്ന് പറയാം. റീഡിന് നമുക്ക് ഡിഡ് പ്ലസ് റീഡ് എന്ന് പറയാം. കമ്മിന് നമുക്ക് ഡു പ്ലസ് കം എന്ന് പറയാം. കംസിന് നമുക്ക് ഡസ് പ്ലസ് കം എന്ന് പറയാം. കെയിമിന് നമുക്ക് ഡിഡ് പ്ലസ് കം എന്ന് പറയാം. ക്ലിയർ ആണോ? ഗോ നമുക്ക് എന്ത് പറയാം? ഡു പ്ലസ് ഗോ. ഗോസിന് നമുക്ക് ഡസ് പ്ലസ് ഗോ. വെൻറ്റിന് നമുക്ക് ഡിഡ് പ്ലസ് ഗോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 5ാമത്തെ സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. വെൻറ്റ് ആയിരുന്നിട്ട് വരുന്നാലും നമ്മൾ ഡിഡ് പ്ലസ് ഗോ എന്നാണ് പറയുന്നത്. ഐ വെൻ ടു സ്കൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഡിഡ് ഗോ ടു സ്കൂൾ എന്ന് പറയും. മനസ്സിലായോ? ഐ വെൻ ടു സ്കൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഡിഡ് ഗോ ടു സ്കൂൾ. ഐ ഡിഡ് വെൻ്റ് എന്ന് പറയില്ല, തെറ്റാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം, ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് V1 വരത്തുള്ളൂ. അപ്പം നമുക്ക് V1 നമുക്ക് ഡു പ്ലസ് വെർബ് 1 എന്ന് എഴുതാം. എസ് ഓർ ഇ എസിനെ നമുക്ക് എസ് ഓർ ഇ എസ് ചേർന്ന് വരുന്ന വെർബിന് നമുക്ക് ഡസ് പ്ലസ് വെർബ് 1 എന്ന് പറയാം. V2 നമുക്ക് ഡിഡ് പ്ലസ് V1 എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആയ നമുക്ക് ഇന്ന് നമുക്ക് പേഴ്സണൽ പ്രോനൗൺ കൂടെ പഠിച്ചു പോവാം. നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ആയില്ലേ? ഹീയുടെ കൂടെ ആം വരും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐയുടെ കൂടെ
ആം വരും, ഹീയുടെ കൂടെ ഈസ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ, പേഴ്സണൽ പ്രോനൗൺ. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് നമുക്ക് 3 പേഴ്സൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ നമുക്ക് നോക്കേണ്ടത്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് സംസാരിക്കുന്നു അവരാണ് ഫസ്റ്റ് പേഴ്സൺ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഞാൻ, അല്ലെങ്കിൽ കുറച്ച് പേര് കൂടുതലാണെങ്കിൽ ഞങ്ങൾ. അപ്പം ഐ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പേഴ്സൺ ആണ്, വി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐയുടെയും വിയുടെയും കൂടെ ഡു പ്ലസ് വി ആണ് വരിക, ഡു ആണ് വരിക. മനസ്സിലായോ? ഐയുടെയും വിയുടെയും കൂടെ സബ്ജക്ട് പ്ലസ് വെർബ് 1 പ്ലസ് ഓബ്ജക്റ്റ് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് വെർബ് 1 പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോട് സംസാരിക്കുന്നു അതാണ്. ഇപ്പം ഞാനാണെങ്കിലും ഞങ്ങളാണെങ്കിലും എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. നീയാണെങ്കിലും നിങ്ങളാണെങ്കിലും സെക്കൻഡ് പേഴ്സൺ. അതായത് നമ്മൾ ആരോട് സംസാരിക്കുന്നു, വേറെ ഒരാളോട് സംസാരിക്കില്ലേ? നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കില്ലല്ലോ, സംസാരിക്കും വേറെ ആളോട് സംസാരിക്കില്ല. അതാണ് സെക്കൻഡ് പേഴ്സൺ. യു രണ്ടും, നീ എന്ന് പറഞ്ഞാലും യു തന്നെയാണ്, നിങ്ങളെന്ന് പറഞ്ഞാലും യു തന്നെയാണ്. ഇവിടെ എന്താ വരിക? സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞില്ലേ V1 വരുമ്പം എപ്പോഴും ഡു പ്ലസ് വെർബ് 1 ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് തേർഡ് പേഴ്സണിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. തേർഡ് പേഴ്സണിൽ എന്താ വ്യത്യാസം? തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൂന്നാമതൊരാളുടെ കാര്യം പറയുമ്പോൾ, നമ്മൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളുടെ കാര്യം പറയുവാണെങ്കിൽ അത് എന്തായിരിക്കും? തേർഡ് പേഴ്സൺ. അതിലും തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്താ വരിക? ഡസ് വരണം, അല്ലേ? എസ് ഫോം ഓഫ് ദ വെർബ് വരണം. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ സിംഗുലർ വരണം. സ്റ്റഡീസ് നമുക്ക് സിംഗുലർ എന്ന് പറയാം. സ്റ്റഡീസ് സിംഗുലർ ആണ്, സ്റ്റഡി പ്ലൂറൽ ആണ്. നമ്മൾ ഇത് സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണിൽ നമ്മൾ എസ് ചേർക്കുമ്പോൾ പ്ലൂറൽ ആവും. ഇവിടെ വെർബിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ സിംഗുലർ ആണ് ആവുന്നത്. മനസ്സിലായോ? സ്റ്റഡീസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹീ ഷീറ്റിനകത്ത് എന്തൊക്കെ വരും? നമുക്ക് ആരുടെ പേര് പറഞ്ഞാലും, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ആര് പറഞ്ഞാലും, ആര്, ശോഭന, മഞ്ജു വാര്യർ, ആരുടെ പേര് പറഞ്ഞാലും, പിന്നെ രാവണൻ, പിന്നെ ആരുടെ പേര് പറഞ്ഞാലും നമുക്ക് എന്താ വരിക? തേർഡ് പേഴ്സൺ ആണ്. അതുപോലെ ഇറ്റ് എന്ന് പറഞ്ഞാൽ സൺ, മൂൺ, എർത്ത്, എന്താണേലും ഇറ്റ്, അതിന് നമുക്ക് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ആണെങ്കിൽ കിങ്, ഞാൻ ഒരു കിങ് വേർഡ് പറഞ്ഞു, അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. കിങ്സ് പറയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിങ്സ് ആണെങ്കിൽ സ്റ്റഡി വരും, കിങ് ആണെങ്കിൽ സ്റ്റഡീസ് വരും. ക്ലിയർ ആണോ? ഹി, ഷീ, ഇറ്റ് സ്റ്റഡീസ് ഇംഗ്ലീഷ്, എന്നിട്ട് ദേ സ്റ്റഡി ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമുക്ക് തേർഡ് പേഴ്സണിൽ ഡൂവും വരും, ഡസും വരും. മനസ്സിലായോ? തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ എസ് ഫോം വരും. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണെങ്കിൽ, ദേ പ്ലൂറൽ അല്ലേ? പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഡു വരും, ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂൾ എങ്ങനെ പറയാം? സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറയാം തേർഡ് പേഴ്സൺ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇതിനെ റൂൾ എങ്ങനെ പറയാം? സിമ്പിൾ പ്രസൻറ്റിന് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റിനെ ഒന്നെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ മാത്രം ഡസ് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ അങ്ങനെ പറയാമല്ലോ. അങ്ങനെ പറയാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് 1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെന്നേ ഉള്ളൂ. V1നെ ഡു പ്ലസ് V1 അല്ലെങ്കിൽ ഡസ് പ്ലസ് V1 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് ഞാൻ താഴെ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ച സെൻറ്റൻസ് തന്നെയാണ് ഐ പ്ലേ ക്രിക്കറ്റ് അല്ലേ? ഐ പ്ലേ ക്രിക്കറ്റിൽ നമുക്ക് ഐ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. വി പ്ലേ ക്രിക്കറ്റ്, അതും കറക്റ്റാണ്. യു ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഹി ഡസ് പ്ലേ ക്രിക്കറ്റ് ആണ്. മനസ്സിലായോ? ഇതും കറക്റ്റാണ്. എന്താ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഷീ പ്ലേസ് ക്രിക്കറ്റ്, ഷീ ഡസ് പ്ലേ ക്രിക്കറ്റ്, ഇറ്റ് പ്ലേസ് ക്രിക്കറ്റ്, ഇറ്റ് ഡസ് പ്ലേ ക്രിക്കറ്റ്, ദേ പ്ലേ ക്രിക്കറ്റ്, ദേ ഡു പ്ലേ ക്രിക്കറ്റ്. ഇവിടെ നിങ്ങൾ നോക്ക്, ആ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് V1 ആണ് പറഞ്ഞത്. അത് ഓർത്തിരിക്കണം, അത് മറക്കരുത്.
പിന്നെ ഞാൻ തേർഡ് പേഴ്സൺ സിംഗുലർ, അത് നിങ്ങൾ ഒരു മാർക്കാണ്, അത് മറക്കരുത്. ഇപ്പം ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നാണ് പറയുന്നത്. ഹീ പ്ലേ ക്രിക്കറ്റ് എന്നല്ല, ബാക്കി എല്ലായിടത്തും പ്ലേ എന്നും. എന്നാൽ ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് പ്ലേസ് ആണ് പറയുന്നത്. പ്ലേസ് തേർഡ് പേഴ്സൺ സിംഗുലർ വന്നാൽ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്ന് വരണം. അത് റൂളാണ്, ഒരു മാർക്കാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ. ആ റൂളിൻ്റെ അവിടെ എഴുതി വെക്കണം. തേർഡ് പേഴ്സൺ സിമ്പിൾ പ്രസൻറ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ വരുവാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ എസ് ഫോം അല്ലെങ്കിൽ ഇ എസ് ഫോം ചേർക്കണമെന്ന് എഴുതി വെക്കുക. ക്ലിയർ ആണോ? പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. ഐ റൈറ്റ് എ നോവൽ. ഐ ഡു റൈറ്റ് എ നോവൽ എന്ന് പറയാം. വി റൈറ്റ് എ നോവൽ, വി ഡു റൈറ്റ് എ നോവൽ, യു റൈറ്റ് എ നോവൽ, യു ഡു റൈറ്റ് എ നോവൽ, ഹി റൈറ്റ്സ് എ നോവൽ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. സിമ്പിൾ പ്രസൻറ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഫോം ആയിരിക്കും, വെർബിൻ്റെ കൂടെ എസ് ഫോം ചേർന്ന് വരും. എസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരിക. ക്ലിയർ ആയോ? ഷീ ഉണ്ടോ? ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഷീ റൈറ്റ്സ് എ നോവലാണ്. ഷീ ഡസ് റൈറ്റ് എ നോവൽ, ഇറ്റ് റൈറ്റ്സ് എ നോവൽ, ഇറ്റ് ഡസ് റൈറ്റ് എ നോവൽ. ഒരു കാര്യം കൂടെ ഇതിൽ ഓർക്കേണ്ട, ഡു ഡസ് ഡിഡ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമ്മൾ വെർബ് ഒന്നേ ചേർക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ ഫസ്റ്റ് പേഴ്സൺ, ഇതിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിലും V2 തന്നെയാണ്. ഇനി നമ്മൾ അതുപോലെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം V2 പ്ലസ് ഓബ്ജക്റ്റ്. ഡു ഡസിൻ്റെ അവിടെ ഡു ഡസ് ഉണ്ടായിരുന്നു, ഇവിടെ ഡിഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, വി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ക്ലിയർ ആണല്ലോ? ഇത് എല്ലാത്തിൻ്റെ കൂടെയും ഇതേ വരത്തുള്ളൂ, V2 വരത്തുള്ളൂ. ഇതിന് സ്പെഷ്യൽ ഒന്നുമില്ല. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എല്ലാത്തിൻ്റെ കൂടെയും സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നിങ്ങൾ ഓരോ സെൻറ്റൻസ് പ്രത്യേകം പഠിച്ചാൽ മതി. അതിന് എല്ലാത്തിൻ്റെ കൂടെയും സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നേ വരത്തുള്ളൂ. V2 വരുമ്പം നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ ഈ പ്രോബ്ലം വരുള്ളൂ. ഡു ഡസിൻ്റെ അല്ലെങ്കിൽ എസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ വെർബ് വണ്ണിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരിക. അത് ഓർത്ത് വെച്ചിരിക്കുക, അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ സിമ്പിൾ പാസിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് അവർ ട്രിക്കായിട്ട് തരും, അത് നമുക്ക് താഴെ പിന്നെ പഠിക്കാം. ഓക്കെ, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, വി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ക്ലിയർ ആണല്ലോ? അതിന് നമുക്ക് സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ് എന്ന് എഴുതിക്കൂടെ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റിനെ V2നെ നമുക്ക് ഡിഡ് പ്ലസ് V1 എന്ന് എഴുതാമല്ലോ. അതേ നമ്മളിവിടെ ചെയ്തുള്ളൂ. സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ്. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് നമുക്ക് ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയണം. ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. അത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറയാം. രണ്ടും സെയിം അല്ലേ? ഓക്കെ, സെയിം ആണ്. ഇനി ഐ പ്ലേഡ് ക്രിക്കറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഡിഡ് പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതാം. വി പ്ലേഡ് ക്രിക്കറ്റിനെ വി ഡിഡ് പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതാം. യു പ്ലേഡ് ക്രിക്കറ്റ്, യു ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ഹി പ്ലേഡ് ക്രിക്കറ്റ്, ഹി ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ഷീ പ്ലേഡ് ക്രിക്കറ്റ്, ഷീ ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ഇറ്റ് പ്ലേഡ് ക്രിക്കറ്റ്, ഇറ്റ് ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ദേ പ്ലേഡ് ക്രിക്കറ്റ്, ദേ ഡിഡ് പ്ലേ ക്രിക്കറ്റ്. ഇനി ഇത്രയേ ഉള്ളൂ ടഫ്. ഇത് മാത്രമേ നമ്മൾ പഠിക്കാത്തുള്ളൂ മുകളിൽ നിന്ന്. ക്ലിയർ ആണോ? ഇത് രണ്ടും നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് വെച്ചിട്ട് നമ്മൾ V1ഉം V2നെയും എസ്ഒ ESO ചേർന്ന് വന്ന് അതിന് നമ്മൾ വെർബിൻ്റെ കൂടെ ചേർന്ന് വന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നും നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പം നമ്മൾ ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് എഴുതിയാലും ഐ ഡിഡ് പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതിയാലും ശരിയാണെന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി സിമ്പിളാണ്. ഇനി നമ്മൾ പേഴ്സണിൽ എന്ത് വരുമെന്ന് മാത്രം നോക്കിയാൽ ഫ്യൂച്ചറിനകത്തും നമ്മളെ സിമ്പിൾ പാസ്റ്റ് പോലെ തന്നെയാണ്. സിമ്പിൾ ഫ്യൂച്ചറിനകത്തും എല്ലാത്തിലും വില്ല് തന്നെ വരും. അത് ഫസ്റ്റ് പേഴ്സണിൽ ഷേളായിരിക്കും വരിക. അത് ഇപ്പം വേണ്ട, നമുക്കത് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ വില്ല് തന്നെ പഠിച്ചോ. അത് ഒരു കുറച്ച് വാസ്റ്റായിട്ട് പഠിക്കണം. അത് ചില സമയങ്ങളിൽ വില്ല് ഉപയോഗിക്കും, ചില സമയങ്ങളിൽ ഷേൾ ഉപയോഗിക്കും ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ. അത് തിരിഞ്ഞും മറിഞ്ഞും വരും. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ വില്ലിട്ട് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ കേട്ടോ? ഫസ്റ്റ് പേഴ്സണിൽ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, വി വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാത്തിനും സെയിം ആണ്. യു ആണെങ്കിലും ദേ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും സെയിം ആണ്. സിമ്പിൾ പ്രസൻറ്റ് ശരിക്കും നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിനും നമുക്കിതുപോലെ പ്രോബ്ലം വരും. എന്താണെന്നറിയോ? നമ്മൾ റൂൾ പഠിച്ച എന്താ? സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. അത് ഈ ആം ഈസ് ആർ പേഴ്സൺ അനുസരിച്ചാണ് വരുന്നത്. ഫസ്റ്റ് പേഴ്സണിൽ ഐയുടെ കൂടെ മാത്രം ആം വരും. സെക്കൻഡ് പേഴ്സണും പിന്നെ ഫസ്റ്റ് പേഴ്സണിലെ വീയുടെയും കൂടെ ആറ് വരും. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ എന്ത് വരും? ഈസ് വരും. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. അത് ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് വരും. വി വരുമ്പം, അതായത് പ്ലൂറൽ ആകുമ്പം വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നാവും. യു
ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും 3 പേരോ 4 പേരോ എത്ര പേരാണെങ്കിലും നമ്മൾ യു ആറേ പറയത്തുള്ളൂ. ഓക്കെ, അതായത് യു ആർ തന്നെ വരും, അവിടെ വ്യത്യാസം വരത്തില്ല. യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നേ വരത്തുള്ളൂ, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. ക്ലിയർ ആണ്. പിന്നെ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഈസ് വരും. ഹീ ഷീ ഇറ്റ്, ഹീ ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഷീ ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഇറ്റ് ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് വായിക്കാം. ദേ ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇവിടെ നിങ്ങൾ തേർഡ് പേഴ്സണിൽ മാത്രമേ ആദ്യം വ്യത്യാസം വരത്തുള്ളൂ, മനസ്സിലായോ? പിന്നെ ഫസ്റ്റ് പേഴ്സണിൽ ഐ വരുന്നിടത്ത് ശ്രദ്ധിക്കുക. ബാക്കി വി യു ദേ എല്ലായിടത്തും സെയിം ആയിരിക്കും. വി യു ദേ, വിയുടെ കൂടെ എന്ത് വരുന്നു അത് തന്നെ യുടെ കൂടെ ദേയുടെ കൂടെയും വരത്തുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരുന്നോണം, മനസ്സിലായോ? ഐയും തേർഡ് പേഴ്സൺ സിംഗുലറും നമ്മൾ ശ്രദ്ധിക്കണം. ഐയുടെ കൂടെ ഇവിടെ ആം ഈസ് ആർ വന്നതുകൊണ്ട് ആം ഐയുടെ കൂടെ വരും, ഈസ് ഹീ ഷീറ്റിൻ്റെ കൂടെ, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ആറ് വരും. ക്ലിയർ ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. ഫസ്റ്റ് പേഴ്സണിനകത്ത് എന്താ വരിക? ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, വി വെയർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ക്ലിയർ ആണോ? ഇതിനകത്ത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ വരും അല്ലേ? ഐയുടെ കൂടെ വാസ് വരും, വിയുടെ കൂടെ വെയർ വരും. സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വെയറും. എന്നാൽ ഐയുടെ കൂടെ നമ്മൾ സിംഗുലറും പ്ലൂറലും വെച്ചല്ല, അതിന് പ്രത്യേകമുണ്ട്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ആം പഠിച്ചു, ഇവിടെ നമ്മൾ വാസ് പഠിച്ചു. ക്ലിയർ ആണ്? ഓക്കെ. യു വെയർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, യു വെയർ സ്റ്റഡിങ് ഞാൻ പറഞ്ഞു, വിയുടെ കൂടെ എന്ത് വരുന്നു അത് തന്നെയായിരിക്കും യുടെ കൂടെയും ദേയുടെ കൂടെയും വരിക. പിന്നെ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ ആയിരിക്കും വരിക. എസ് ഫോം വരുന്ന ഓക്സിലറി ഇട്ടാൽ മതി. നിങ്ങൾ നോക്കാം, അവിടെ മുകളിലും ഈസിൽ എസ് ഉണ്ട്, ഇവിടെ താഴെ വാസിൽ എസ് ഉണ്ട്. ഹീ ഷീ ഇറ്റ് വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഇവിടെ ഐയുടെ കൂടെയും വാസ് ആയിരിക്കും വരിക. അതൊന്ന് ഓർത്ത് വെച്ചോണം, അത് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഐ വാസ് ആണ്, ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ക്ലിയർ അല്ലേ? ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്താ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഇത് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ, ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ മാറ്റമില്ല, എല്ലാവർക്കും സെയിം ആണ്. ഇറ്റ് വിൽ ബി എന്ന് വരും. ഐ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്, വി വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്, യു വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഹി വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്, ദേ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്. എല്ലാം ഓക്കെയാണ്. നമ്മൾ വെറും സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും അതിൽ മാത്രമേ മാറ്റങ്ങളുള്ളൂ. എന്നാലും വി യു ദേ ഇതിന് സെയിം ആയിരിക്കും വരിക, മറ്റതിന് മാത്രം മാറ്റം വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രസന്റ് പെർഫെക്റ്റിന് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്ലസ് കഴിഞ്ഞിട്ട് ഹാസ് ഓർ ഹാഫ്. നമ്മളിപ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കോമൺ ആയിട്ട് ഈ ഹാസ് എസ് വരുന്നത്, എസ് നമ്മൾ ഈസ് പഠിച്ചു, വാസ് പഠിച്ചു, ഈസും വാസും ഹീ ഷീറ്റിൻ്റെ കൂടെ വന്നു. അതുപോലെ ഹാസ് എസ് വരുന്ന ഓക്സിലറി വെർബ് ഹീ ഷീറ്റിൻ്റെ കൂടെ വരും. ഇവിടെ കണ്ടോ, ഐയുടെ കൂടെ ഹാവ് വന്നിരിക്കുന്നത്, ഐയുടെ കൂടെ ഹാവേ വരുള്ളൂ. ക്ലിയർ ആണ്? ഐ വി യു ദേ ഇത്രയും ഇതിൻ്റെ കൂടെ ഹാവ് വരും. ഹീ ഷീറ്റ് അതിൻ്റെ കൂടെ ഹാസ് വരും. ഓക്കെ, ക്ലിയർ ആണ്? ഇറ്റ് ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ക്ലിയർ ആണല്ലോ? ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ എന്താ? പാസ്റ്റ് പെർഫെക്റ്റിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഹാഡ് മാത്രമല്ലേ ഉള്ളൂ ഓക്സിലറി, എന്നിട്ട് V3 എല്ലാത്തിലും സെയിം ആണ്. അപ്പം എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെ വരും. നമ്മളെ പേഴ്സൺ മാത്രം മാറും. ഐ വി യു യു, ഹീ ഷീറ്റ് ദേ എല്ലാത്തിനും ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എന്താ? ഫസ്റ്റ് പേഴ്സണിൽ ഇത് ഫ്യൂച്ചറിൽ മാറ്റം വരത്തില്ല, സെയിം ആയിരിക്കും, എല്ലാവർക്കും ഒന്നുപോലെ തന്നെയാണ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. യു വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, യു വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, യു വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കണ്ടോ? ഹീ ഷീ ഇറ്റ് വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഈ കാര്യം മറക്കരുത്. വില്ല് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാവേ വരുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് എന്താ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഇവിടെ കണ്ടോ, ഹാസ് ഓർ ഹാവ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം തന്നെ അറിയണം ഹാസ് അതിൻ്റെ കൂടെ വരും, എസ് സിംഗുലറിൻ്റെ കൂടെ, ഹീ ഷീറ്റിൻ്റെ കൂടെ വരത്തുള്ളൂ. ക്ലിയർ ആണ്? അപ്പം ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജക്റ്റ്. ബീന് എന്തായാലും എല്ലാത്തിലും വരും. ക്ലിയർ ആണോ? അപ്പം ഐ വി യു ദേ ഇതിൻ്റെ കൂടെ എന്താ വരിക? ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് വരും. ബാക്കി ഹീ ഷീറ്റിൻ്റെ കൂടെ ഹാസ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനകത്ത് എന്താ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജക്റ്റ്. ഫസ്റ്റ് പേഴ്സൺ എന്താ? ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇതിനെല്ലാത്തിനും ഹാഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പേഴ്സണും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പേഴ്സൺ എല്ലാ പേഴ്സണും നമുക്ക് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാഡേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈസി ആവുന്നുണ്ടോ നിങ്ങൾക്ക്?
ഈസി ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനൊരു ചെറിയ വീഡിയോയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടെ തന്നെ പറഞ്ഞുതരാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞുതരാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് എന്താ വരിക? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ് എന്ന് വരും. അപ്പം ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ആണെങ്കിലും സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ ആണെങ്കിലും തേർഡ് പേഴ്സൻ്റെ കൂടെ ആണെങ്കിലും സെയിം ആയിരിക്കും വരിക. നമുക്ക് ചേഞ്ച് വരുന്ന എവിടെയൊക്കെയാണ്? നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ ചേഞ്ച് വരും അല്ലേ? എന്താ? ഡു അല്ലെങ്കിൽ ഡസ് വരും. സിമ്പിൾ പാസ്റ്റിൽ വരുമോ? വരത്തില്ല. ഫ്യൂച്ചറിൽ വരത്തില്ല. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ചേഞ്ച് വരും. ഏതൊക്കെയാ? ആം, ഈസ്, ആർ ഉണ്ട്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ്, വെയർ ഉണ്ട്. അപ്പം അതിലും ചേഞ്ച് വരും. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ചേഞ്ച് വരും. ബാക്കി ഒന്നിലും ചേഞ്ച് വരത്തില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആ ടേബിൾ വിട്ടുള്ള കളിയില്ല കേട്ടോ. ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾ ഇതുപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നമുക്ക് മറക്കില്ല. എപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാലും അറിയാൻ പറ്റും. ഇവിടെ നോക്കൂ. സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആയ? മൊത്തത്തിലായില്ലേ? ഡു പ്ലസ് വെർബ് ഓൺ ആയി, ഡസ് പ്ലസ് വെർബ് ഓൺ ആയി. നമ്മൾ ആം, ഈസ്, ആർ പറഞ്ഞതുപോലെ ഡു ഓർ ഡസ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഡസ് വരും. ബാക്കി എല്ലാത്തിനും ഡു വരും. ക്ലിയർ ആണോ? അതിനകത്ത് ഞാൻ സ്റ്റഡീസ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക. അത് വരുന്നതാണ്. ഹി, ഷീ, ഇറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് നമ്മൾ സെൻറ്റൻസ് പഠിച്ചു അല്ലേ? ഇനി ഐ, വി, യു, ദേ എല്ലാത്തിൻ്റെ കൂടെയും സ്റ്റഡിയേ വരത്തുള്ളൂ. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, വി സ്റ്റഡി ഇംഗ്ലീഷ്, യു സ്റ്റഡി ഇംഗ്ലീഷ്, ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഹി, ഷീ, ഇറ്റ് സ്റ്റഡീസ് ഇംഗ്ലീഷ് ആണ്. ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ്, ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ്, ഇറ്റ് സ്റ്റഡീസ് ഇംഗ്ലീഷ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ എല്ലാ സെൻറ്റൻസും എഴുതുക. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ്. ഇതിൽ ഇങ്ങനെ എഴുതാവുള്ളൂ. ഡിഡ് പ്ലസ് വെർബ് ടു എന്ന് എഴുതരുത്. V2 പകരം ഡിഡ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് എഴുതുക. ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് നമ്മൾ ബാക്കിയെല്ലാം പഠിച്ചതുപോലെയാണ്. പിന്നെ പേഴ്സൻ്റെ കാര്യം നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ സിമ്പിൾ പ്രസൻറ്റിൽ മാറി. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ എന്ത് വരും? യെസ് ഫോം ഓഫ് ദ വെർബ് വരും. പിന്നെ പാസ്റ്റിൽ, സിമ്പിൾ പാസ്റ്റിൽ വ്യത്യാസം ഇല്ല. എല്ലാത്തിൻ്റെ കൂടെയും ഡിഡ് തന്നെയാണ് വരുന്നത് അല്ലേ? ഇനി അതായത് V2 തന്നെ വരും. പിന്നെ ഫ്യൂച്ചറിലും മാറ്റമൊന്നുമില്ല. കണ്ടിന്യൂസിൽ നമുക്ക് മാറും. ആം, ഈസ്, ആർ 3 വരും. ഐയുടെ കൂടെ ആം വരും. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈസ് വരും. ബാക്കി എല്ലാവരുടെ കൂടെയും 6 വരും. മനസ്സിലായല്ലോ? പ്ലൂറലിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും 6 വരും. അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസിനകത്തും വാസും വേറും വരും. സിംഗുലറിനകത്ത് വാസും പ്ലൂറലിനകത്ത് വേറും വരും. ഐയുടെയും ഹി, ഷീ, ഇറ്റിൻ്റെയും കൂടെ വാസ് വരും. വി, യു, ദേ വേറിൻ്റെ കൂടെ എന്താ വരിക? ദേയുടെ കൂടെ വേർ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിനകത്ത് ചേഞ്ചസ് ഇല്ല. എല്ലാത്തിൻ്റെയും കൂടെ സെയിം തന്നെ ആയിരിക്കും വരിക. പെർഫെക്റ്റിനകത്തും പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത് മാത്രം ചേഞ്ച് ഉണ്ട്. ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. ബാക്കി ഒന്നിലും ചേഞ്ചസ് ഇല്ല. എല്ലാത്തിനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോറി, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്തും ഹാസ് ഓർ ഹാവ് വരും. അവിടെയും കൂടെ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ചേഞ്ചസ് വരുന്നത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ വരും, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരും, പാസ്റ്റ് കണ്ടിന്യൂസിൽ വരും, പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരും. ഇത്രയും മാത്രമേ നമുക്ക് പേഴ്സൻ്റെ കൂടെ ചേഞ്ചസ് വരൂ. അത് നമ്മൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്പീഡാവുന്നോ? ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെയും ഒന്നുകൂടെ പറയണോ എന്ന് എനിക്ക് തോന്നില്ല. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചാൽ മതി. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം അതിനകത്ത്. നമ്മൾ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ എന്താ? ഹെൽപ്പിംഗ് വെർബ്സ് എന്നാണ്. നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഇത്രയും നേരം പഠിച്ചത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഓക്സിലറീസിനെ നമുക്ക് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏതിനെയൊക്കെ? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ഇതിനെ ഇത്രയും നമുക്ക് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ക്ലിയർ ആണോ? അത് ഞാൻ ഒരു എക്സാമ്പിൾ അടക്കം പറഞ്ഞുതരാം. ഇപ്പം ആം, ഈസ്, ആറിന് നമുക്ക് എവിടെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ ആം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആകുന്നു എന്ന് പറയും അല്ലേ? ഇവിടെ നമ്മൾ വേറെ വെർബൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അത് അപ്പം വെർബൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ മെയിൻ വെർബായിട്ട് കണക്കാക്കണം. ക്ലിയർ ആയോ? ഐ ആം എ ഡോക്ടർ. ക്ലിയർ ആണല്ലോ? അപ്പം ഹി ഓർ ഷീ ഈസ് എ ഡോക്ടർ. അവളൊരു ഡോക്ടർ ആകുന്നു. യു ആർ എ ഡോക്ടർ. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഐയുടെ കൂടെ ആം വരും, ഹി ഓർ ഷീയുടെ കൂടെ ഈസ് വരും. അതിൽ മാറ്റം വരത്തില്ല. എന്നാൽ വേറെ വെർബ് വരത്തില്ല.
ഇതിപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ആവത്തില്ല. ഇതിൻ്റെ കൂടെ വേറെ വെർബ് വന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വാസ് വെയർ എവിടെയാണ് വരിക? വാസ് വെയർ ആ സെയിം തന്നെ. ഐ വാസ് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നു, അല്ലേ? ഞാനൊരു ഡോക്ടർ ആയിരുന്നു. ഷീ ഓർ ഹി വാസ് എ ഡോക്ടർ, യു വെയർ എ ഡോക്ടർ. ക്ലിയർ ആണല്ലോ? വേറെ വരും അത് ഡു ഡസ് ഡിഡ്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഐ ഡു എ വർക്ക്, ഹി ഓർ ഷീ ഡു എ വർക്ക്, യു ഡു എ വർക്ക്, ഐ ഡിഡ് എ വർക്ക് വരിക. മനസ്സിലായി? ഐ ഡിഡ് എ വർക്ക് പാസ്റ്റ് ടെൻസിൽ, അല്ലേ? ഹി ഓർ ഷീ ഡിഡ് എ വർക്ക്, യു ഡിഡ് എ വർക്ക്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ കണ്ടോ, ഐയുടെ കൂടെ ഡു വന്നു, ഹീയുടെയും ഷീയുടെയും കൂടെ ഡസ് വന്നു, യുവിൻ്റെ കൂടെ ഡു വന്നു. എന്നിട്ട് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് ആണെങ്കിൽ ഡിഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഐയുടെയും ഹീയുടെയും ഷീയുടെയും യുവിൻ്റെയും കൂടെ ഡിഡേ വരുള്ളൂ. ഐ ഡിഡ് എ വർക്ക്, ഞാനൊരു വർക്ക് ചെയ്തു എന്നാണ് അർത്ഥം. വർക്ക് ചെയ്യുന്നു. ഐ ഡു എ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്ക് ചെയ്യുന്നു. ഐ ഡിഡ് എ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്ക് ചെയ്യുന്നു. അതായത് ഈ ഓക്സിലറി വെർബിൻ്റെ കൂടെ വെർബൊന്നും വന്നിട്ടില്ലെങ്കിൽ അതിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമെന്ന് മാത്രം പഠിച്ചാൽ മതി. ഡൂവിനെ നമുക്ക് V1 V2 V3 ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കാം? ഡു V1 നമ്മൾ മുകളിലും പഠിച്ചു അല്ലേ? ഡിഡ് V2 V3 ഉണ്ട് ഇതിന് ഡൺ. ഓക്കെ. അതുപോലെ ഹാവിനും V1 V2 V3 ഉണ്ട്. ഹാവ് ഹാഡ് ഹാഡ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് നമുക്ക് സിമ്പിൾ അല്ലേ? ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഹി ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. യു ഹാവ് എ കാർ, അല്ലേ? നിങ്ങൾക്കൊരു കാറുണ്ട്. പിന്നെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഐ ഹാഡ് എ കാർ, അതെല്ലാത്തിലും ഹാഡ് എ കാറേ വരത്തുള്ളൂ. ഹി ഷീ ഹാഡ് എ കാറേ വരത്തുള്ളൂ. യു ഹാഡ് എ കാർ. പിന്നെ 3 ഫോം പറഞ്ഞു, V1 V2 V3, ഹാവ് ഹാഡ് ഹാഡ്. ക്ലിയർ ആയോ? ഇത്രയും പഠിപ്പിച്ചതിൽ എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ നമ്മളത് ക്ലിയർ ആകും. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ നോക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ എക്സാം. ഇപ്പം നമ്മൾ ടെൻസ് ഏതാണ്ട് കംപ്ലീറ്റ് പഠിച്ചു. ടെൻസിൽ എങ്ങനെ ചോദിച്ചാലും നമ്മൾ പഠിക്കാം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ ഇനി കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഇനി എക്സസൈസിൽ ഞാനൊരു 15 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ഇതിനകത്ത് ആൻസർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിന് നമ്മൾ ഇത് ആൻസർ ഞാൻ തരും. നിങ്ങൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോഴേ തന്നാൽ നിങ്ങൾ വർക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിത് ആൻസർ ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നും തെറ്റ് വരെ വന്നത് എന്തുകൊണ്ടാണെന്നും ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്.